ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്രാവൽ വ്ളോഗാണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊട്ടിയിലേക്കാണ് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കേട്ടോ. ഊട്ടിയിൽ നല്ല തണുപ്പൊക്കെ ഉള്ള ക്ലൈമറ്റൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു വിചാരത്തിലാണ് നമ്മൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് ഇവിടെ നിന്നേ പോകുന്നത്. നമ്മൾ പോകുന്നത് കണ്ണൂർ ടു ഊട്ടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ മസനഗുഡി വഴിയാണ് ഊട്ടിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് റീൽസൊക്കെ കണ്ട് നമ്മൾ ഇൻസ്പയർ ആയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ എന്നാൽ പോലും ഇപ്പോഴാണല്ലോ ഇതൊക്കെ ട്രെൻഡിങ് ആയത്. അങ്ങനെ നമ്മൾ കണ്ണൂരാണ് സ്റ്റേ ചെയ്തിരുന്നത്. അത് നമ്മൾ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തു. അവിടെ സ്റ്റേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ നമുക്ക് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഒന്നും വ്ളോഗ് എടുത്തില്ല ഞാൻ. പിന്നെ ഒഫീഷ്യലായിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒന്നും വ്ളോഗൊന്നും ഞാൻ എടുത്തില്ല. ഇത് നമ്മൾ രാവിലെ ഇറങ്ങി അവിടെ നിന്ന് ഒരു 6 മണി 6:30 കൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എവിടെയാണ്, എനിക്ക് കറക്റ്റായിട്ട് വയനാടാണെന്ന് തോന്നുന്നു. വയനാട് എത്തിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. നമ്മളത് പൂരി പിന്നെ പൊറോട്ട അങ്ങനെ എന്തൊക്കെയൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോഴാണ് കുറച്ചൊന്ന് ആക്റ്റീവായത്. സൊഹാനും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവൻ ഇപ്പോൾ ഓരോ സെലക്റ്റീവായിട്ടുള്ള ഐറ്റംസൊക്കെ വാങ്ങി കൈ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം കണ്ടോ, സ്പ്രൈറ്റിൻ്റെ കുപ്പി അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ വാങ്ങി. നമുക്ക് കാണുമ്പോൾ ഉള്ളൊരു അതേ ഉള്ളൂ, അല്ലാതെ ചോദിക്കുകയൊന്നുമില്ല. എന്നാലും കാണുമ്പോൾ ചോദിക്കും ഇതെന്താണെന്ന്. എന്നിട്ട് കുടിക്കുകയൊന്നുമില്ല കേട്ടോ, വെറുതെ വാങ്ങി കൈ വെക്കും. കണ്ടോ, എന്തെങ്കിലുമൊക്കെ കയ്യിൽ എപ്പോഴും വേണം. അങ്ങനെ എൻ്റെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പമ്പിലൊക്കെ നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യാത്രയായി ഗൈസ്. അപ്പോൾ നമ്മൾ നല്ല കുഴപ്പമില്ലാത്തൊരു തണുപ്പൊക്കെ ഉണ്ട്. നല്ല സ്ഥലമാണ് കേട്ടോ. എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലമാണ്. നല്ലൊരു വനത്തിലൂടെയൊക്കെ പോകുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം തമിഴ്നാട് കറക്റ്റായിട്ട് എനിക്ക് പ്ലേസ് ഒന്നും ഓർക്കുന്നില്ല, എന്നാലും തമിഴ്നാട് ആ ഒരു ഏരിയ എവിടെയോ എത്തി. അപ്പോൾ നമ്മൾ പിന്നെയും നമ്മളവിടെ നിർത്തി. നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്നത് 2 വീലറിലാണല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് മടുപ്പൊക്കെ കാണും. എന്ന് പറഞ്ഞാൽ വേറെ മടുപ്പൊന്നുമല്ല, എന്നാലും നമുക്ക് കുറച്ചധികം നേരം ഇരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇറങ്ങി നിൽക്കും, നടക്കും. പിന്നെ നമുക്ക് ധൃതിയൊന്നുമില്ലല്ലോ, അപ്പോൾ നമുക്ക് പതുക്കെ പോയാൽ മതി. ആരും നമുക്ക് ഓടിക്കതച്ച് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് പതുക്കെ പോകാനുള്ള ഒരിതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പതുക്കെയാണ് കേട്ടോ പോയത്. പിന്നെ നമ്മൾ ഏതോ ഒരു ഫോറസ്റ്റ് ഏരിയ, എന്തോ ഒരു പേര് എനിക്ക് മറന്നുപോയി. അപ്പോൾ നമ്മൾ ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടന്നപ്പോൾ തന്നെ നമ്മുടെ ബാക്ക് പാക്ക് ലൂസായിപ്പോയി. അപ്പോൾ നമ്മളത് കെട്ടിയിട്ട് ഇനി മുമ്പോട്ടേക്ക് പോകാൻ ഓർത്തു. അല്ലാന്നുണ്ടെങ്കിൽ ആ ഉള്ളിലേക്കൊക്കെ ചെന്നിട്ട് അതെങ്ങാനും ഓരി പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ വല്ല ആനയോ പുലിയോ ഒക്കെ മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ പണിയാവുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളങ്ങനെ അത് ആദ്യമേ കെട്ടി വെക്കും. പക്ഷേ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ നിൽക്കല്ലേ, നിർത്തല്ലേ, പൊക്കോളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നിർത്തണമെന്നുള്ള ഒരിതുണ്ടായിട്ടല്ല നിർത്തിയത്. നമ്മുടെ അത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സേഫ്റ്റി ആണല്ലോ മുഖ്യം. നമ്മളത് സേഫായിട്ട് കെട്ടി വെക്കണമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ആൾക്കാരുള്ളപ്പോൾ ആ തുടക്കത്തിൽ തന്നെ നിർത്തി. നമ്മൾ അതൊന്ന് കറക്റ്റായിട്ട് കെട്ടി വെച്ചു. ഇതുണ്ടോ ആനയൊക്കെ നിൽക്കുന്നത് ഉണ്ട് ഗൈസ്. ആന പമ്മി നിൽക്കുവാണ്. ഇത് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വനത്തിലെ ആനയല്ല, വളർത്തുന്ന ആനയാണെന്ന് തോന്നുന്നു. ഇവർ തന്നെ നോക്കുന്ന ആനയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. നമ്മളാദ്യം ഓർത്തു ഇത് വനത്തിൽ നിന്ന് ഇറങ്ങി വന്ന മറ്റേ ഒറ്റയാനയെന്നൊക്കെ പറയില്ല. നമ്മൾ കുറച്ച് പേടിച്ചു. പക്ഷേ ആൾക്കാരൊക്കെ നിന്ന് നോക്കുന്ന കണ്ടപ്പോൾ കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലേക്ക് മാറിയപ്പോഴാണ് ഇത് എന്തോ ഒരു ടൂറിസ്റ്റ് ഏരിയ ആണെന്ന് മനസ്സിലായത്. അപ്പോൾ അത് അവിടെ നിന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ടിക്കറ്റും പാസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആനേനെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ആനയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാനയൊക്കെ കണ്ടു. പിന്നെ കുരങ്ങ് സാധാരണ കുരങ്ങല്ല, വേറെന്തോ ഒരു കുരങ്ങ്, ഒരു വലിയ സൈസുള്ള കുരങ്ങുണ്ടല്ലോ, അങ്ങനത്തെ കുരങ്ങുകളൊക്കെ കണ്ടു കുറേ. വേറെ പ്രത്യേകിച്ച് മൃഗങ്ങളെയൊന്നും കാണാനൊന്നും പറ്റിയില്ല. പിന്നെ ഇത് കണ്ടല്ലോ, എല്ലാം വരണ്ടുണങ്ങി നിൽക്കുകയാണ്. പച്ചപ്പും നമ്മൾ ആ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ പച്ചപ്പും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല, ഭംഗിയുണ്ട് കാണാനൊക്കെ. അത്യാവശ്യം തണുപ്പുമുണ്ട്, വലിയ തണുപ്പൊന്നുമില്ല. എന്നാലും ഞാൻ സ്വെറ്ററൊക്കെ ഊരി. എനിക്ക് ഭയങ്കര ചൂടെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതൊക്കെ ഊരി. ജൊഹാനപ്പോൾ കുറച്ച് നേരം ഉറങ്ങി. ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതിനി എപ്പോൾ എത്തും. അങ്ങനെ ഏകദേശം നമ്മൾ ഊട്ടി
എത്താറായി. ഏകദേശം ഒരു 7 hours ഉണ്ട് കേട്ടോ. 7 hours ഒന്നും അല്ല, നമ്മൾ നിർത്തി വന്നപ്പം കുറച്ചധികം ഉണ്ട്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 2 മണി 3 മണി സംതിങ് ആയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ കാര്യമായിട്ട് വിഷമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഫുഡ് എന്നാൽ അവിടെ എത്തിയിട്ട് കഴിക്കാം, എന്തെങ്കിലും കഴിക്കാം എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. നല്ല ഫുഡ്, നല്ല റെസ്റ്റോറൻ്റ് ഒന്നും കണ്ടുമില്ല, പിന്നെ നമ്മൾ നിർത്തിയില്ല. അങ്ങനെ നമ്മൾ ഊട്ടി എത്തിയപ്പം അവിടെ ഒരു കേരള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു, വയറ് നിറച്ചു. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ ഇങ്ങനെ നോക്കി എന്താണ് നെക്സ്റ്റ് പ്ലാൻ എന്ന് നോക്കിയിട്ട് നമ്മളൊരു റൂം ബുക്ക് ചെയ്തു. ഓൾമോസ്റ്റ് നമ്മൾ അവിടെ ചെന്നിട്ട് റൂം ബുക്ക് ചെയ്യാമെന്നാണ് ഓർത്തത്. കാരണം എപ്പോഴും അവൈലബിൾ ആണല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ പോയി. പക്ഷെ നമുക്ക് പണി കിട്ടി. കാരണം നമ്മൾ അവിടെ സീസൺ ടൈം ആയിരുന്നു. സീസൺ ടൈം അല്ല, 3-4 ദിവസം അവധിയുള്ള സമയത്തായിരുന്നു. റിപ്പബ്ലിക് ഡേയുടെ ഒക്കെ അവധി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയത്. അപ്പം നമുക്ക് കിട്ടിയില്ല റൂം. അങ്ങനെ നമ്മൾ അവിടെ പോയി. പിന്നെ ഞങ്ങളൊരു റൂം എടുത്തു. നല്ല റേറ്റിനാണ് നമുക്ക് റൂം കിട്ടിയത്. ഒരു ലോക്കൽ റൂമാണ്, പക്ഷെ നല്ല റേറ്റിനാണ് കിട്ടിയത്. റൂമൊന്നുമില്ല ഒരിടത്തും. അങ്ങനെ നമ്മൾ അന്ന് രാത്രി പിന്നെ വെളിയിലേക്കൊന്നും ഇറങ്ങി, ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്ന് കിടന്നുറങ്ങാണ് കേട്ടോ ചെയ്തത്. ഇത് പിന്നെ രാവിലെയാണ് ഞാൻ വീഡിയോ എടുത്തത്. സുഹാനും ആ വഴി ഉറങ്ങിപ്പോയി, ഞങ്ങൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഉറങ്ങിപ്പോയി. പിന്നെ നമ്മൾ രാവിലെ തന്നെ പിന്നെ സമയമൊന്നും കളയണ്ട എന്നോർത്തിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാമെന്ന് ഓർത്തിട്ട് നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. നമ്മൾ ബെഡൊക്കെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അവിടെ പോയാലും നമ്മൾ ആ ഒരു ക്ലീനിങ് നമ്മൾ കയറുന്ന പോലെ ഇട്ടിട്ട് ഇറങ്ങണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീനൊക്കെ ചെയ്തു. നമ്മുടെ സാധനങ്ങളൊക്കെ എല്ലാം എടുത്തോ എന്നൊക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഉറങ്ങി, നല്ല സുഖമായിട്ട് ഉറങ്ങി. നല്ല തണുപ്പായിരുന്നു രാത്രി, ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. നമുക്ക് 3-4 ബ്ലാങ്കറ്റ് വേണമെന്ന് തോന്നിപ്പോയി, അത്ര നല്ല തണുപ്പായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമ്മൾ സർവൈവ് ചെയ്തു. പിന്നെന്താണ്, നമ്മൾ അവിടെ നിന്ന് പോയി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് എന്താ കഴിച്ചത് നമ്മൾ, പൂരി, ചപ്പാത്തി, എഗ് റോസ്റ്റൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് കേട്ടോ. ഇതാണ് അടിപൊളി ഗാർഡനാണ്, ഒരു രക്ഷയില്ല. നമ്മളവിടെ പോയി കുറേ നേരം സ്പെൻഡ് ചെയ്തു, കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം ചുമ്മാ ഇരുന്നു. സൊഹാൻ അതിലിങ്ങനെ ഓടി നടന്ന് കളിച്ചു. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ആൾക്കാരുണ്ട്, ഫുള്ള് കേരളത്തിലുള്ള ആൾക്കാരാണ്, മലയാളീസാണ് ഫുള്ള്. നമ്മളോർക്കും ആരും കാണില്ല എന്ന്, പക്ഷേ എനിക്ക് തോന്നുന്നു അവധി ആയതുകൊണ്ടായിരിക്കാം എല്ലാവരും എവിടെ സംസാരിക്കുന്നത് കേട്ടാലും അത് മലയാളമാണ്. അങ്ങനെ എല്ലാ കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് കളിച്ച് നടക്കാനൊക്കെ നല്ലതാണ്. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല, തണുപ്പായതുകൊണ്ട് അറിയുന്നില്ല. പക്ഷെ വീട്ടിൽ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്. മുഖമൊക്കെ ടാൻ അടിച്ച് കരിവാളിച്ച് ഒക്കെ ഇരിക്കുകയായിരുന്നു. അതിന് 2 ദിവസം കഴിയുമ്പോൾ ശരിയാകും. നമ്മൾ അതിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും അത് നമ്മളപ്പോൾ അറിഞ്ഞില്ല. അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്, എന്തുകൊണ്ട് നമ്മളപ്പോൾ അറിഞ്ഞില്ല. വെയിലത്ത് നന്നായിട്ട് നമ്മൾ നടന്നു. പിന്നെ എന്തൊക്കെയൊക്കെ ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമ്മൾ ദൂരെ നോക്കുമ്പോൾ എന്തൊക്കെയോ ഡിസൈൻസിലൊക്കെയാണ് ഈ ചെടികളൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അവിടെ എന്തൊക്കെയോ ഒക്കെ നടക്കുന്നുണ്ട്, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ നടക്കാനൊക്കെ. സൊഹാനാണെങ്കിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഒട്ടും ധൃതി വെച്ച് നമുക്ക് എങ്ങോട്ടും പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് നമ്മളും അങ്ങനെ റിലാക്സ് ചെയ്ത് നടന്നു. അങ്ങനെ കുറച്ച് നേരം. പിന്നെ നമുക്ക് ഒരുപാട് ദിവസം നമുക്ക് അവിടെ നിൽക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളിത് സൺഡേ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് തന്നെ വീട്ടിലെത്തണം. വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളെ മുതൽ നമ്മുടെ ബാക്ക് ടു നോർമൽ ആവുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെയും പിന്നെ ലീവൊക്കെ ആയിട്ട് അങ്ങനെ പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കറങ്ങാനൊന്നും സമയം കിട്ടില്ല. നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് നിൽക്കണം, സ്റ്റേ ചെയ്യണം, ക്ലൈമറ്റിലൊന്ന് സ്റ്റേ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിത് കണ്ടു. ഇത് കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. ഉച്ച വരെ നമ്മളവിടെ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടു. പിന്നെ നമ്മൾ ലൈറ്റായിട്ട് എന്തൊക്കെയോ ഒക്കെ കഴിച്ചതുള്ളൂ. ഉച്ചയ്ക്ക് ഫുഡ് സ്കിപ്പ് ചെയ്തു. പിന്നെ കഴിക്കാം എന്നോർത്തിട്ട് അങ്ങനെ നമ്മൾ പതുക്കെ അവിടെ നിന്ന് വിട്ടു കേട്ടോ. കാരണം വിശക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എന്തൊക്കെയോ ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക്. സൊഹാനാണെങ്കിൽ എന്തൊക്കെയോ ഒക്കെ കഴിച്ചു, വയറെപ്പോഴും ഫിൽഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നിർബന്ധിച്ച് വേറെ ഫുഡൊന്നും കൊടുക്കണ്ടല്ലോ എന്നോർത്തിട്ട് നമ്മളങ്ങനെ മുമ്പോട്ടേക്ക് പോയി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് വേറൊരു പീക്ക് കണ്ടു. അതായത് ഏതായിരുന്നു സ്ഥലം, ദൊഡ്ഡബെട്ട പീക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം കണ്ടു. ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് പോകാം. അവിടെ എല്ലാവരും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും എന്നാൽ അവിടെ ജസ്റ്റ് ഒന്ന് കയറാം എന്നോർത്തിട്ട് നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തു, പാസ് ഉണ്ടായിരുന്നു. ഒരു 20 rupees ആണെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ പാസ് എടുത്തു. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് കയറി. മുകളിൽ ചെല്ലുമ്പോഴും ഇനി പാസ് ഉണ്ട് കേട്ടോ. ഒരു 10 rupees അവിടെ പാസ് ഉണ്ട്. 2 പേർക്ക് 20 rupees. അങ്ങനെ
പാസ്സുണ്ട്. അപ്പം നമ്മൾ അത് നല്ല വഴിയായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നല്ല അടിപൊളി വഴിയായിരുന്നു. പിന്നെ നമ്മളവിടെ കയറിയത് ഒരു ചായയൊക്കെ കുടിച്ചു. എനിക്കിങ്ങനെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇക്കൊന്നും അങ്ങനെ ഇല്ല കേട്ടോ, ചായ കുടിക്കാറേ ഇല്ല. ഞാൻ കുടിക്കുമ്പം വേണമെങ്കിൽ കൊടുത്താൽ ഒരു സിപ്പ് കുടിക്കും, അല്ലാതെ അങ്ങനെ കുടിക്കാറില്ല. ഞാൻ പക്ഷെ കുടിക്കും കേട്ടോ ചായ. ഭയങ്കരമായിട്ട് എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ചായ ഭയങ്കരമായിട്ട് എന്തോ വേണം. പിന്നെ നമ്മൾ നേരെ അവിടെ ഇങ്ങനെ അവിടെ കുറേ സ്റ്റോഴ്സൊക്കെ ഉണ്ട്, ഇങ്ങനെ ചെറിയ കുട്ടി എന്തൊക്കെയോ സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട്. പിന്നെ അതല്ലാതെ ഇതുപോലത്തെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ആവശ്യമുള്ള ഒന്നും ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല. എനിക്ക് ഇതുപോലത്തെ ഇങ്ങനത്തെ ഐറ്റംസിനോടൊന്നും വലിയ കമ്പമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും വലിയ കാര്യമായിട്ട് നോക്കില്ല. കുറച്ചുകൂടെ കുഞ്ഞായിരിക്കും അത് വേണം ഇത് വേണം എന്നൊക്കെ പറയായിരുന്നു വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോഴേ. പക്ഷെ ഇപ്പം നമുക്കതൊന്നും അതിൻ്റെയൊക്കെ ആവശ്യകത അറിയാവുന്നത് കൊണ്ടായിരിക്കും നമുക്കൊന്നും അതിലോട്ടൊന്നും കണ്ണു പോകുന്നില്ല. പിന്നെ ഞാനും സൊഹാനും ഉറക്കമായിരുന്നു ആ സമയത്ത്, അതുകൊണ്ട് പിന്നെ അവനും അതിലേക്കൊന്നും നോക്കിയൊന്നുമില്ല, അതുകൊണ്ടൊന്നും വാങ്ങിയൊന്നുമില്ല. പിന്നെ നമ്മളിത് ആ പീക്കിലെത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ്, അടിപൊളിയാണ് കേട്ടോ അവിടെ കാണാൻ. മഞ്ഞാണോ മേഘമാണോ ഇങ്ങനെ ഫുള്ളായിട്ടതിങ്ങനെ നിൽക്കുന്ന കാണുമ്പം അടിപൊളി. ഈ റീൽസിലൊക്കെ കാണുന്ന പോലെ തന്നെ അതിങ്ങനെ അടിപൊളിയായിട്ട്. പക്ഷെ വലിയ നല്ല തണുപ്പൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ എന്നാലും ഇങ്ങനെ ആ മഞ്ഞ് നിൽക്കുന്നുണ്ടോ, മഞ്ഞാണോ മേഘമാണോ, എനിക്കിത് കറക്റ്റായിട്ട് അറിയത്തില്ല, മേഘമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ കറക്റ്റായിട്ട് ആ ലെവലിലിങ്ങനെ കടൽ പോലെ നിൽക്കുന്ന കണ്ടപ്പം അടിപൊളിയായിരുന്നു. അത് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുപോലൊരു ടവറിൻ്റെ മുകളിൽ ചെന്നിട്ട് കയറിയിട്ടാണ് നമ്മൾ അത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് താഴേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു പൈൻ ഫോറസ്റ്റ് പോലത്തെ ഒരു ഏരിയയിൽ നമ്മൾ അവിടെയും കുറച്ച് നേരം നിന്നു. പിന്നെ നമ്മളവിടെ നിന്നും ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഇനി തിരിച്ചു പോകാനുള്ളൊരു പ്ലാനിലാണ്. അങ്ങനെ നമ്മൾ എവിടെ എത്തിയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഏതോ ഒരു ടൗണിലെത്തി. പിന്നെ നമ്മളിപ്പോൾ ഇത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരെത്തിയപ്പോൾ നമ്മൾ ഫ്രഷ് ജ്യൂസ് കുടിച്ചു. അപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മൾ പതുക്കെ നിർത്തി റിലാക്സ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. പിന്നെ നമ്മൾ പാലക്കാട് നേരത്തെ എത്തിയാൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെങ്കിൽ കാണാമെന്നോർത്തു. പക്ഷേ സമയം കുറച്ച് വൈകിയായിരുന്നു, അതുകൊണ്ട് നമ്മൾ പിന്നെ പ്രത്യേകിച്ചൊന്നും കാണാനും നിന്നൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയപ്പോഴാണ് അവിടെ ലുലു മാൾ കണ്ടു. ലുലു മാളിലാണെങ്കിൽ നല്ല തിരക്ക്. അപ്പം ചുമ്മാ നമുക്ക് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. പിന്നെ ഞാൻ സൊഹാനൊരു ബോഡി ലോഷൻ അവൻ്റെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് എനിക്ക് അത്യാവശ്യമാണത്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ കയറിയപ്പം അത് വാങ്ങി. പിന്നെ കണ്ടോ, സൊഹാന ഓരോ കാര്യങ്ങളിങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും കുടിക്കൂല. ഇവരെല്ലാവരെയും നോക്കി നടക്കുവാണ് കേട്ടോ. ആരെയാ തിരയുന്നതെന്ന് അറിയില്ല, പക്ഷെ ഇങ്ങനെ നോക്കി നടപ്പുണ്ട്. പിന്നെ ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് വന്നു. പിന്നെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, നമ്മുടെ ലുലു മാളിൻ്റെ അത്രയൊന്നും ഇല്ല കേട്ടോ. എറണാകുളം ലുലു മാളിൻ്റെ അത്രയൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, ഒരു ചെറിയൊരു മാൾ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. പിന്നെ ഫുഡ് കഴിച്ചു, അതിനിടയ്ക്ക് ചായ കുടിച്ചു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി പമ്പിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു അതിനിടയ്ക്ക്. പിന്നെ പ്രോപ്പറായിട്ട് വീഡിയോസൊന്നും എടുത്തില്ല, കാരണം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഊട്ടി വ്ളോഗ് എന്ന് പറയുന്നത്. ഞാൻ ഊട്ടിയിൽ സ്ഥലം മൊത്തത്തിൽ കവർ ചെയ്തൊന്നും കാണിക്കാനൊന്നും അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഊട്ടി വ്ളോഗ് അല്ല കേട്ടോ ഇത്. നമ്മൾ ട്രാവൽ ചെയ്ത ചെറിയ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു വ്ളോഗ് ആക്കിയതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും പറയാം. അപ്പം നമ്മൾ ലാസ്റ്റ് കുതിരാൻ ടണൽ കടന്ന് നമ്മൾ 11:12 നമ്മൾ വീട്ടിലെത്തിയിട്ടു. എന്നിട്ട് പിന്നെ നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പം അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് ട്രാവൽ വ്ളോഗ്സായിട്ടും വീഡിയോസായിട്ടും ഡേ ഇൻ മൈ ലൈഫായിട്ടും ഒക്കെ വരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ, സ്റ്റേ ട്യൂൺഡ്.